ഇവിടെ ഈ കെണിയും കെട്ടിയിട്ട് ഈ കവറിനകത്ത് ഞാൻ ഒരാളെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടായവരെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഈ കായ്ച്ചക്കെണിക്കകത്ത് നിറച്ച് ഈച്ചകളാണ്. അതാണ്ട് നല്ല പുളിച്ച മണം അതിനകത്ത് നിന്ന് വരുന്നത് കേട്ടോ. കഞ്ഞിവെള്ളം പുളിച്ചതിൻ്റെയാണ്. അപ്പം പിന്നെ ഇതാണ്ട് ഇതങ്ങ് തുറക്കാം. നമ്മളെ ഈ കവറിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആളെ അങ്ങ് തുറക്കട്ടെ. ഇതാണ് ആ ആള്. ഒരീച്ച പോലും കുത്താതെ എത്ര കഷ്ടപ്പെട്ട അവരെ ഞാൻ സൂക്ഷിച്ചിങ്ങനെ വെച്ചിരിക്കുന്നറിയോ. അപ്പോൾ ഇതും മൂത്തു, അതും അങ്ങ് എടുത്തേക്കാം. നല്ലൊരു പീച്ചിങ്ങ. ഇനിയുണ്ട് ഒരെണ്ണം കൂടെ, അതും കൂടി ഇന്നങ്ങ് പറിച്ചേക്കാം. അപ്പോൾ ഈ 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു തോരനാകും. ഇതും ഒരു പീച്ചിങ്ങാണ്. ഇവന് മൂത്ത് നിൽക്കുക. ഇങ്ങനെ 2 പേരുണ്ടെങ്കിൽ നമുക്ക് ഒരു തോരൻ തികയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ മുറിക്കാതെ നിർത്തിയിരുന്നത്. അപ്പോൾ ഇതേ നല്ല പീച്ചിങ്ങ. ഇവനെ ഒരു ഈച്ച പോലും കുത്തിയില്ല കേട്ടോ. പീച്ചിങ്ങകളെ ഇതേ വേറെയും നിപ്പുണ്ട്. ഇത് കുറച്ചുകൂടെ നീളം വയ്ക്കുന്നുണ്ട്. മറ്റവരൊക്കെ കുള്ളനായിപ്പോയി, പക്ഷെ സാധനം ഹെൽത്തി ആയിട്ട് വന്നു കേട്ടോ. ഇവിടെ ഈ ഇലയുടെ അടിയിൽ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. നല്ല മുഴുത്ത ഒരു വയലറ്റ് ബ്രിഞ്ചാൾ. ദേ, അപ്പം നമുക്ക് ഇവനെ കൂടെ അങ്ങ് എടുത്തേക്കാം. ഇപ്പം നല്ല മൂത്ത് നിൽക്കുകയാണ്. ഇവൻ ഒളിച്ചാണ് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് കാണത്ത പോലും ഇല്ല കേട്ടോ. അല്ല, സൂപ്പർ സാധനമാണ്. നല്ല സൂപ്പർ വലിയ ബ്രിഞ്ചോള. ഇതാണ്ടേ, അതിനായിട്ടേ ഇവിടെ ഒരു കമ്പ് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഈ കമ്പെ കുത്തി നേരെ അങ്ങ് നിർത്തും. അങ്ങനെ ഡോർ നമ്മൾ ഓപ്പൺ ചെയ്യും. ഇനി നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. 1 2. അപ്പോൾ ഇത്രയും പേരെ കിട്ടി. അപ്പുറത്തൂടെ നോക്കാം. ഇന്നത്തെ വിളവെടുപ്പാണ് ഇത്രയും സാധനങ്ങൾ. ഒരു കൊച്ചു പച്ചക്കറിത്തോട്ടവും ഒരു 10 കോഴികളും. വീടിൻ്റെ ചുറ്റിനും ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറികൾ അന്വേഷിച്ചും കോഴിമുട്ട അന്വേഷിച്ചും വെളിയിൽ പോകേണ്ട ആവശ്യമില്ല. പിന്നെ സിറ്റിയിലാണെങ്കിലും കോഴി വളർത്താൻ വളരെ ഈസിയാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ കോഴി വളർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറികൾക്ക് ഇഷ്ടം പോലെ വളവുമാകും. കോഴിമുട്ട നമുക്കും എടുക്കാം. പിന്നെ ഗ്യാസ്, അത് മുഴുവൻ നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കാം.